എല്ലാവർക്കും നമ്മുടെ XT വേൾഡിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീറ്റ് ഫാം ആണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഡയമണ്ട് മൈനിങ്ങിനും കൂടെ പോയിട്ടുണ്ടായി. ഡയമണ്ട്സ് 2 കിട്ടി ഗൈസ്. ഇന്ന് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ആദ്യം ഇതുണ്ടാക്കാം ഗൈസ്. നമുക്ക് വീറ്റ് ഫാം ഉണ്ടാക്കാം. നമ്മുടെ ഈ ഫുഡ് ആകെ ഉള്ളത് വീറ്റ് ഫാം അല്ല, പൊട്ടാറ്റോ ഫാം. എൻ്റെ കയ്യിൽ 7 പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ 2 ബ്രെഡ് ഉണ്ട്. എൻ്റെ കയ്യിൽ അല്ലാതെ ഫുഡില്ല ഗൈസ്. നമുക്ക് ഹോ ഉണ്ടാക്കാം. ഹോ എൻ്റെ കയ്യിൽ ഉണ്ടോന്ന് ചെസ്റ്റിനകത്ത് അയണുണ്ട് ഗൈസ്. നമുക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട്. നമുക്ക് രണ്ട് അയണിങ് കിട്ടും. 2 സ്റ്റിക്കുമാണ് വേണ്ടത്. അപ്പം നമുക്കൊരു അയൺ ഹോ അങ്ങുണ്ട്. കുറച്ച് ബിൽഡും കൂടെ ആക്കാം ഗൈസ്, അതാകുമ്പോൾ സെറ്റില്ലേ. എൻ്റെ ബിൽഡ് ഉണ്ടാക്കാനുള്ളതുണ്ട്. നമുക്ക് ഫെൻസ് ഉണ്ടാക്കണമായിരുന്നു ഗൈസ്. ഫെൻസ് വേണം. നമുക്ക് ബിൽഡ് അടുത്ത ദിവസം ചെയ്യാം ഗൈസ്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കാനായിട്ട് ഇരുന്ന് ഇവിടെ വേണ്ട ഗൈസ്. നമുക്ക് മാറ്റി ഉണ്ടാക്കാം. വീറ്റ് ഫാം നമുക്ക് മാറ്റി ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ വേണ്ട. നമ്മുടെ വീടിൻ്റെ ദൂരെ ഗൈസ് ഇവിടെ ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ സെറ്റ് സ്ഥലമാണ്. നമ്മൾ ഗൈസ് നിങ്ങൾ കാര്യം വെച്ചേക്കും. വെള്ളം ഇല്ല, വെള്ളം നമുക്ക് വെക്കണം. ഈ പുല്ലെല്ലാം വെട്ടിക്കളയാം, എന്നാലേ നമുക്ക് ഗൈസ്. നിങ്ങൾ എളുപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 7 ആയി ഗൈസ്. 7 നിൽക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ 500 ആക്കണം. 500 ആദ്യം ആക്കിയിട്ട് നമുക്ക് 1000 ആക്കണം ഗൈസ്. ഇത് വെറുതെ തന്നെയുണ്ട് കേട്ടോ, ബഗ്. ഗൈസ് ഇത് കണ്ട് വെറുതെ ബഗ് ആവും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ മൈൻക്രാഫ്റ്റ് ഞാൻ കളിക്കുന്ന വെർഷൻ മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡിഷൻ 1.26 3.1 ആണ് ഗൈസ് ഞാൻ കളിക്കുന്ന വെർഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ മൾട്ടിപ്ലെയർ കളിക്കാം. എൻ്റെ ഗെയിം ടാഗ് VM Gamer 173 ആണ്. എൻ്റെ പഴയ ചാനലിൻ്റെ പേരാണ് VM Gamer. നമുക്കിപ്പോൾ ബക്കറ്റ് പോയി വെള്ളം എടുത്തിട്ട് വരാം. ഇപ്പോൾ രാത്രി നമുക്ക് ഉറങ്ങാല്ല, അമാര് വരും, സ്പോണാവും. സോംബിക്കൊക്കെ സ്പോണാവും. രാത്രി ആയില്ല. നമുക്കിവിടെ സൺസെറ്റ് എവിടെ കാണുന്നത്? ഇവിടെ ആണെന്ന് തോന്നുന്നു സൺസെറ്റ്. അല്ല, ഇവിടെ ആണോ? ഗൈസ് ഇവിടെയാണ് ഗൈസ് സൺസെറ്റ്. നമ്മുടെ ബെഡ് ഇരിക്കുന്ന അടുത്ത് തന്നെ. നമുക്ക് ഈ സൺസെറ്റും കൂടെ കണ്ടിട്ട് ഉറങ്ങാം. ഓക്കെ ഗൈസ്, ഉറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്, ഉറങ്ങാം. അങ്ങനെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബക്കറ്റിൽ പോയി വെള്ളം എടുക്കുക. ഇപ്പോൾ അവർ സ്പോൺ ആയില്ല. നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ അവർ സ്പോൺ ആവത്തില്ല. ഇനി നമുക്ക് ചെസ്റ്റ് നമുക്ക് 3 അയൺ വേണം ഗൈസ്. 3 അയൺ ഉണ്ടെങ്കിൽ നമുക്കൊരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. ബക്കറ്റ് ഇനി നമുക്ക് പോയി വെള്ളം എടുത്തിട്ട് വരാം. ഇവിടെ ഒരു നദിയുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫിഷിങ് ഉണ്ടാക്കിയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ആകെ കിട്ടിയത് ഒരു മീനും പിന്നെ ഒരു സ്റ്റിക്കും. അത് നമ്മൾ നിർത്തുകയായി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മീൻ പിടിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് മൈനിങ് ഏരിയയിലോട്ടും കൂടെ പോകണം ഗൈസ്. ഇവിടെ ഇതാക്കാം. ഇത് പിന്നെ ഡേട്ടായി. പിന്നെ ഇത് ഡേട്ടാവത്തില്ല ഗൈസ്, പേടിക്കണ്ട. വാട്ടർ പറയും. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് 7 പൊട്ടാറ്റോ ആണ്. നമുക്ക് 7 പൊട്ടാറ്റോ നമുക്ക് വെക്കാം. നല്ല 7 പൊട്ടാറ്റോ. ഇത് എളുപ്പം വലുതെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തിട്ട് ഇത് കഴിക്കാം. ഓക്കെ, നമ്മുടെ പൊട്ടാറ്റോയുടെ കാര്യം നമ്മുടെ വീറ്റ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്കല്ലെങ്കിൽ വില്ലേജറിൻ്റെ സ്റ്റൈലിൽ ബ്ലോക്ക് വെക്കാം ഗൈസ്. അത് നല്ലത്. അതാകുമ്പോൾ അവിടെ ഒതുങ്ങി അങ്ങ് ഇരുന്നോളൂ. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല, ചെസ്റ്റ് കുറച്ച് കോബിൾ ഡീപ്പ് സ്ലേറ്റ് വേണം. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തുകൊണ്ട് പോയി നമുക്ക് അവിടെ വെക്കാം. വില്ലേജറിൻ്റെ സ്റ്റൈലിൽ പോലെ. വില്ലേജിൽ നമ്മൾ വുഡാണ് വെക്കുന്നത്, പക്ഷെ ഞാനിവിടെ കോബിൾ സ്റ്റോണാണ് വെക്കുന്നത്. ഇങ്ങനെ കോബിൾ സ്റ്റോണൊക്കെ വെച്ച് പോകാം. നമ്മൾ കുറച്ച് ഓബിയൊക്കെ ആയിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്ന എന്നാൽ നല്ലൊരു ബിൽഡിൽ നമ്മുടെ വീറ്റ് ഫാമൊക്കെ ഉണ്ടാക്കും. ആ സമയത്ത് നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് ഒക്കെ ആയിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കി വെക്കും.
ഒന്ന് കിട്ടിയാൽ എളുപ്പം ഒന്ന് ഹോബി ആവണമായിരുന്നു ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനുള്ള ആവേശം കൂടും ഗൈസ്. നമ്മളിങ്ങനെ ബ്ലോക്ക് വെച്ച് പോകണം ഗൈസ്. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് മതി. ഇത്രയും തന്നെ താഴെ. ഇനി നമുക്ക് മൈനിങ്ങിന് പോകാം ഗൈസ്. എൻ്റെ കയ്യിലുള്ള ആകെ ബ്രെഡ് ഇത്. ഓക്കെ, അയ്യോ നമ്മൾ ടോർച്ച് ഉണ്ടാക്കില്ല. മണ്ടത്തരം കാണിക്കാതെ നമുക്ക് ധൃതിയൊന്നുമില്ല, പയ്യെ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, നമ്മളെ 28 കോളുണ്ട്. നമ്മളതിൽ 9 കോൾ എടുത്തിട്ടുണ്ട്. സ്റ്റിക്ക് നമ്മുടെ 2 എണ്ണേ ഉള്ളൂ. നമുക്കിനി ക്രാഫ്റ്റ് ചെയ്യാലോ. ഈ വുഡും കൂടെ ഒന്ന് കിട്ടും. 6 ആയി. അപ്പോൾ ബാക്കി നമ്മുടെ കയറ് വരും. നമ്മൾ 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റിക്കും കൂടെ ഉണ്ടാകും. നമുക്ക് ഇനി 14 ഉണ്ടാക്കാം. ഇപ്പോൾ 24 ടോർച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈനിങ് സുഖമായിട്ട്. ഓക്കെ, നമ്മുടെ മൈനിങ് ഏരിയ നമ്മുടെ പഴയ ഷെൽട്ടറിൻ്റെ അവിടെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്നും കൂടെ ഡയമണ്ട്സ് കിട്ടിയെന്നേ പോലെ നമ്മൾ ഡീപ് ലൈറ്റിൻ്റെ അവിടെ വരെ ഉണ്ട് ഗൈസ്. കാണാത്തവരുണ്ടെങ്കിൽ പഴയ എപ്പിസോഡും കൂടെ പോയി കാണുക. നമ്മളിങ്ങനെ താഴോട്ട് പോകുന്നു. നമ്മുടെ ഹെൽത്ത് പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇനി സ്പോൺ ആയിട്ടുണ്ടോ അറിയില്ല. ഞാൻ ടോർച്ച് അധിക സ്ഥലത്തും വെച്ചിട്ടില്ല. ഇവിടെ വെച്ചായിരുന്നു. ഇല്ല, ആ സമയത്ത് ടോർച്ച് ഇല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇവിടെയും കൂടെ വെച്ചേക്കാം. അല്ല, ആ പൊട്ടന്മാർ ഇവിടെ സ്പോൺ. ഇന്നലെ ഇവിടെയാണ് എന്നെ സ്കെലിറ്റൻ കൊല്ലാൻ നോക്കി, പക്ഷെ എന്നെ കൊല്ലാൻ പറ്റിയില്ല. അപ്പോൾ അയണും കൂടെ മാന്തണം. അപ്പോൾ അയൺ അവിടെ ഇരിക്കട്ടെ. നമുക്ക് പോയി ഡയമണ്ട് മൈൻ ചെയ്യാം. കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മൾ ലാസ്റ്റ് ബ്രെഡ് നമ്മൾ തിന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫുഡൊന്നുമില്ല. ഇവിടെ കുറച്ച് ഗോൾഡ് അയണുണ്ട്. ഇവിടെ മണ്ടത്തരം മനസ്സിലുണ്ട്. ഇതുപോലെ എമർജൻസി സിറ്റുവേഷൻസിനാണ് ഓർ മൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയമണ്ട് പിക്കാസ് ആയിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് നല്ല ഫോർച്യൂൺ 3 ഒക്കെ എൻജിൻ ബുക്ക് കിട്ടിയിട്ട് പെയിൻറ്റിങ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അത് നമ്മുടെ മെയിൻ പിക്കാസ് ആക്കാം ഗൈസ്. എവിടാണ് ആരും എന്നെ ഷൂട്ട് ചെയ്തു ഗൈസ്? ഇവിടെയാണോ? അപ്പോൾ ഈ സൈഡിലായതാണ്. എന്തിയടെ ഞാൻ കാണുന്നില്ല ആളെ, അതുകൊണ്ടാണ് ഗൈസ്. അതാണ്ടേക്കുന്നു പൊട്ടൻ. ഇവിടെ ഇതൊക്കെ കൊല്ല്. ഇതാടാ കൊല്ലുന്നില്ല. കൊല്ല്. നിന്നെ കൊന്നിട്ട് ഞാൻ ഇടുന്നു. നിന്നെ കൊന്നിട്ട് ഞാൻ പോകുന്നു. ഓക്കെ ഗായ്സ്, ഇവിടെ ക്രീപ്പർ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എളുപ്പം ഇവിടെ ഇപ്പോൾ ടോർച്ച് വെച്ചാവാം. ഇവിടെ കുറെ ഗോൾഡ് കാണുന്നുണ്ട്. ഇവിടെയും ഡയമണ്ട്സ് കാണാൻ ചാൻസ് ഉണ്ട്. വലിയ കേവ്. ഓക്കെ, അവനും കൂടെ ചതിട്ടുണ്ട് ഗൈസ്. നല്ല കാര്യം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് സുഖമായിട്ട് മൈൻ ചെയ്യാം. സ്കെലിറ്റൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഗൈസ്. നമ്മളിവിടെ ചില മൈൻ ചെയ്ത് നമ്മൾ ആ ഗോൾഡും കൂടെ എല്ലാം മൈൻ ചെയ്തോട്ട് പോവാണ്. പിന്നെ പറ്റുമോ നമുക്ക് ലാവ ബക്കറ്റും കൂടെ കൊണ്ടുപോകണം. ഇവിടെ കേവ് മൈനിങ് ആണ് ഗൈസ് ബെറ്റർ. അത് നമുക്ക് ഡയമണ്ട് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഹലോ, ഷൂട്ട് ചെയ്തോ? ആദ്യം എനിക്ക് തോന്നുന്നതാണ് ഗൈസ്. പിന്നെ ഞാൻ ചേർക്കോ ഒമ്പതായ നമുക്കിനി അയണാവുന്നതായിട്ടുണ്ട് ഗൈസ്. ഈ അയണും കൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഞാൻ വീഡിയോ ഇടുന്ന ടൈം 10 മിനിറ്റ് ആണ്, അതുകൊണ്ടാണ് ഗൈസ്. സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടും കൂടെ പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് 30 അയണാണ് കിട്ടിയത്. ഗോൾഡ് ക്രീപ്പ്. ഒരു സോംബി പൊട്ടനും കൂടെ എവിടുന്നോ വന്നിട്ടുണ്ട് ഗൈസ്. ആഴ ഹാർട്ടിലാണ് ഗൈസ്. ഞാൻ
ഗൈസ് ഇവിടെ നമ്മുടെ ലാഭയുടെ അവിടെ കുറച്ച് അയണുണ്ട്, അതും കൂടെ കൊണ്ടുപോകാം. പ്ലസ് കിട്ടിയില്ല. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ടോർച്ച് എടുക്കാം. അതപ്പോൾ കുറച്ച് വെട്ടം നമുക്ക് നമുക്ക് 34 അയണായിട്ടുണ്ട്. അത് നമ്മുടെ നേരത്തെ എറിൽ ഗോൾഡും കൂടെ കിട്ടിയാൽ ശരി. ഗോൾഡ് ഇരിക്കട്ടെ, നമുക്ക് അയണാണ് ഇപ്പോൾ ആവശ്യം. ഡയമണ്ടും കൂടെ വേണമായിരുന്നു. ഒന്ന് ചുമ്മാ താഴെ വരെ പോയിട്ടില്ല. കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നമ്മുടെ ഇതിലോട്ട് ടോർച്ചും കൊണ്ടുപോകാൻ തീർന്നിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ക്രീപ്പർ ചർച്ചത്. ഇവിടെ ടോർച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം അവന്മാർ സ്പോൺ ആവില്ല, പ്രത്യേകിച്ച് സോംബി ക്രീപ്പർ സ്കെൽറ്റൻസ്. ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട്. ചെറിയ നമ്മുടെ നമ്മൾ ലാവ ബക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ. ഇവിടെ ഫർണസിലുള്ള കോള് മാറ്റിയിട്ട് നമ്മളിവിടെ ലാവ ബക്കറ്റ് വെച്ച് നമ്മുടെ 35 സെലക്ട് ചെയ്യാൻ വെക്കാം. നമുക്ക് കോഴനേരം എടുക്കും. നമ്മുടെ 17 ഗോൾഡ് ഉണ്ട് ഇപ്പോൾ കയ്യിൽ. കാണുന്ന ഗോൾഡ് അതിൽ അപ്പം എടുക്കാം. നമുക്ക് അതാകുമ്പോൾ നെത്രൈറ്റ് ആക്കാമല്ലോ. ഡയമണ്ടിൻ്റെ കാര്യം, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. ടോർച്ച് കൈ വേണം. ഇതിനകത്തേക്ക് ഇപ്പം ആവശ്യമില്ല. ഇനി നമുക്ക് താഴെ പോയി ഔട്ട്ഡോർ പറയാം. നമ്മുടെ വീട്ടിൽ ഫാമിലി പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വരാം. അതുവരെയ്ക്കും ബായ്.